This video is for informational and educational purpose only. We do not guarantee any income. ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, KYC കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രണ്ട്സിനൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്ന് ക്യാഷ് ബാക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫറാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് റിസീവ് ആയ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവർ ക്യാഷ് ബാക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഏതിലേക്ക് വേണമെങ്കിലും ഈ ഒരു ക്യാഷ് ബാക്ക് എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. ടോട്ടൽ 3 ഓഫറായിട്ടാണ്. ആദ്യത്തെ ഓഫറിൽ നിന്ന് ഏകദേശം ആദ്യം ഒരു 100 കിട്ടും, അതിനുശേഷം 200, 300 എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഓഫറിൽ നിന്നും സെയിം അതുപോലെ തന്നെ, മൂന്നാമത്തെ ഓഫറിൽ നിന്നും സെയിം അതുപോലെ തന്നെയാണ് ക്ലെയിം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ മുമ്പ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്കും എല്ലാവർക്കും കിട്ടും. പക്ഷേ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പ്രോപ്പറായിട്ട് ക്യാഷ് ബാക്ക് കിട്ടത്തില്ല. അതായത് ഓഫർ 1ഉം ഓഫർ 2ഉം സെയിം കമ്പനിയുടെ തന്നെ ഓഫറാണ്, സെയിം ഇൻ്റർഫേസ് ആണ്, സെയിം രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പും ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ ഈ ഒരു ഓഫറിൻ്റെ വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ട്രാക്കിങ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ട്രാക്കിങ് ചെക്ക് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ട്രാക്കിങ് സക്സസ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് വന്നിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാൾ ആൻഡ് ലോഗിന് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ സക്സസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ സക്സസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ സ്കാൻ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഏകദേശം ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആദ്യം ഒരു 100 കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തുനിന്ന് വീണ്ടും ഈ കോയിൻസ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് വീണ്ടും എമൗണ്ട് ഇങ്ങനെ കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ വരട്ടെ. ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ട്രാക്കിംഗ് കംപ്ലീറ്റഡ് ആണെങ്കിൽ, പെൻഡിങ് ആണെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടത്തില്ല. കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു 10-12 ദിവസം ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ക്യാഷ് ബാക്ക് എമൗണ്ട് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള കോയിൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വീണ്ടും ക്യാഷ് ബാക്ക് ആളൊക്കെ ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇതിലേക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വ്യൂ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ഓഫർ 1ഉം ഓഫർ 2ൻ്റെയും സമയത്ത് ചിലരുടെ കേസിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്തുള്ള പേഴ്സണൽ ആയുള്ള ഡീറ്റെയിൽസ്, ലൈക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും OTP കളൊക്കെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും പ്രോപ്പറായിട്ട് ചിലർക്ക് ട്രാക്ക് ആവുന്നത്, എല്ലാവർക്കും അല്ല ചിലർക്ക്. അപ്പോൾ അതുപോലെ തന്നെ ചിലരുടെ കേസിൽ വ്യൂ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു വെബ്സൈറ്റിലേക്ക് പോകും. ആ ഒരു വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ വേറൊരു ചെറിയ സർവേ പോലെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, OTP കളൊക്കെ കൊടുത്തിട്ട് ആ ഒരു സർവേ പോലുള്ള ഓപ്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും ചിലർക്ക് ട്രാക്കിംഗ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചിലർക്ക് മാത്രമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ചിലർക്ക് ട്രാക്കിംഗ് സക്സസ് ആവുള്ളൂ. പിന്നെ വൈഫൈ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിൻ്റെ അകത്ത്. 1ൻ്റെയും 2ൻ്റെയും കേസാണ് കേട്ടോ. ഓഫർ 3ൻ്റെ കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ്, 0 ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പേജിലേക്ക് വരും. ഇങ്ങനെ വരാനുള്ള പ്രൊസീജിയർക്ക് ഞാൻ ഒരു വീഡിയോയിൽ, അതായത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർലി ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ 0 പേജിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാക്കിങ് ചെക്ക് ചെയ്ത് നോക്കുക. ട്രാക്കിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ, അതായത് ഇൻസ്റ്റാൾ ആൻഡ് ലോഗിൻ അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇത് സക്സസ് വേണം. ആദ്യത്തെ ഓപ്ഷൻ സക്സസ് വേണം. ലാസ്റ്റത്തെ 2 പെൻഡിങ് കിടന്നാലും കുഴപ്പമില്ല, ആദ്യത്തെ സക്സസ് വേണം. ആദ്യത്തെ സക്സസ് വന്നതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓഫറിൽ ജസ്റ്റ് ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ക്യാഷ് ബാക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഓരോ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ ഒരു ഡീറ്റെയിൽഡായ 2 വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യവും പറയുന്നുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ 2 ഓഫർ 1 and 2, ഓഫർ 3 എന്ന് പറഞ്ഞ് 2 വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫർ 1നും 2നും ഒരു വീഡിയോ ആണ്, ഓഫർ 3ക്ക് വേറെ ഒരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഓഫറാണ്. ഓരോ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രൂഫൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ താഴത്തെ കമൻറ്റ് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.
എത്ര പേർക്ക് ആ ഒരു ഓഫറിൽ നിന്ന് ക്യാഷ് ബാക്ക് കിട്ടിയേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു വീഡിയോയിൽ പറയുന്ന പ്രോപ്പറായുള്ള സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ വൈഫൈ യൂസ് ചെയ്യരുത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യവും പറഞ്ഞു തരാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പറഞ്ഞു തരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ യൂട്യൂബിൽ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഒരുപാട് പ്രൂഫൊക്കെ കാണിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ പ്രൂഫും ഉൾപ്പെടുത്താത്ത. കൂടുതൽ പ്രൂഫൊക്കെ ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ബോട്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ അയച്ചു തരാൻ വേണമെങ്കിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ഓഫറാണ് ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത്യാവശ്യം ക്യാഷ് ബാക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന ഓഫറാണ്. അപ്പോൾ ഈ ഒരു ഓഫർ ആരും മിസ്സാക്കി കളയരുത്. അപ്പോൾ ഡെയിലി ഇതിൻ്റെ അത് സ്കാനോ, അതായത് ഓഫർ 1ഉം 2 ആണെങ്കിൽ സ്കാനോ ക്ലിക്ക് ചെയ്യണം. ഓഫർ 3 ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സീറോ ക്രെഡിറ്റിൻ്റെ പേജിലേക്ക് ഓപ്പണായി നിൽക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോഴത്തേനും വേറൊരു ബ്രൗസറിൽ ഇതേപോലെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്.